സോ ഹലോ ഗൈസ്, അപ്പോൾ ഈ പ്രാവശ്യം കൂടി ഒന്ന് ബസ്സിൻ്റെ ആയിട്ടൊന്ന് വീഡിയോ ഇടണേണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സമയമുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ടൊന്ന് കാണുക. പറ്റുമെങ്കിൽ പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ബസ്സിൻ്റെ തന്നെ. അത് ഒരു അധികം സൗണ്ട് പോരാ അതിൻ്റെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാട്ടും കയറി. എനിക്ക് അത്ര എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സൗണ്ടിൻ്റെ വ്യത്യാസങ്ങൾ കുറേ ഉണ്ടായി. വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അലമ്പായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും കൂടി വീഡിയോ ഒന്ന് നോക്കണേണ്. ഒന്ന് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്, ഞാൻ ഓടിച്ചൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കാണുക. ഇത് ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഞാൻ താഴെ കിടന്ന് കുറേ കമ്പികളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനത് കൂട്ടി വെച്ചിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ വളച്ച് ഞാൻ ഒരു ഫ്രെയിമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഗ്ലാസ്സൊക്കെ കയറ്റി അത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ആയിക്കോളും. പിന്നെ അതിനകത്തൊരു തുണി വരുന്നുണ്ട്. പിന്നെ ഇവിടെ സീറ്റൊക്കെ വരുന്നുണ്ട്. സീറ്റൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് വെച്ചേക്കണേ. അത് ലെഫ്റ്റ് സൈഡിലെ സീറ്റാണത്. അങ്ങനെ കുറേ എണ്ണം ഒരു സൈഡിൽ ഫുള്ള് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒരു സൈഡിലും കൂടി ഉണ്ടാക്കാനുണ്ട്, 3 വെച്ച്. ഇത് 2 വെച്ചുള്ള ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലാണ് ഫുള്ള്. ഇതാണ് തുണി, ക്യാബിനിൽ ഒട്ടിക്കാനുള്ള ഒരു തുണിയാണിത്. നമ്മൾ വെൽവെറ്റാണ് യൂസ് ചെയ്യണത് അതിനകത്ത്. അപ്പോൾ ഇത് ഒരു ക്ലിയറൊക്കെ വരാനായിട്ട്, നല്ല രസമായിട്ടിരിക്കാനായിട്ടും ക്യാബിനിലെ ഈ സൈഡിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ടൊക്കെ ഒന്ന് നല്ല ഭംഗി കിട്ടാനായിട്ട് ഒട്ടിക്കാനായിട്ട് വെച്ചേക്കണതാണ്. പിന്നെ അതിൻ്റെ പൊക്കത്തെ ഗ്യാബിനിലെ തന്നെ റൂഫ് ഭാഗമുണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മര്യാദക്കൊന്നും ഒട്ടിച്ചിട്ടില്ല. എന്നാലും പറ്റുന്നവരെ ഇനി ചെയ്യാൻ കിടപ്പുണ്ട്. ഇനി കുറേ മൂടാനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് ചെറിയൊരു കുഞ്ഞ് ഡോറാണ്, അതിൻ്റെ എയർ ഹോളിൻ്റെ ഡോറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ കിടക്കണം. ഇനി അത് തുറക്കാൻ അടക്കാൻ പറ്റുന്ന രീതിക്ക് വെക്കണം ഇത്. പിന്നെ അടുത്തതും കൂടി ഉണ്ട്, ഇത് ഫുള്ളായിട്ട് മൂടാനായിട്ടുള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അതൊക്കെ ചെയ്യണം. പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. പിന്നെ ചെറിയ ഇതിന് കുഞ്ഞ് ഡോറ് വെച്ചിട്ടുണ്ട്, ഇതിനും അതേമാതിരി തുറക്കുകയും അടക്കുകയും ചെയ്യണ രീതിയാക്കണം. ബസ്സിൻ്റെ വർക്ക് കുറേ കിടപ്പുണ്ട്. ഇപ്പോൾ സ്കൂളിലെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, പിന്നെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് തൊടാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി തൊട്ട് ഒന്ന് തുടങ്ങണം. ഒരു ഇടയ്ക്കൊക്കെ ലീവൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കണം. ഇത് ഡാഷ്ബോർഡ് ഞാൻ ഇപ്പോൾ ഒരുവിധം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊക്കെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിൻ്റെ അകത്ത്. പിന്നെ സ്റ്റിയറിങ് വരുന്നുണ്ട് ഇതിനകത്ത്. സ്റ്റിയറിങ് ഞാൻ കറങ്ങണ മോഡലാക്കി വെച്ചേക്കണേ. തിരിയത്തൊന്നുമില്ല, ടയറ് തിരിയത്തൊന്നുമില്ല. കൂടെ വെറുതെ സീറ്റ് ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. എന്നാൽ സീറ്റ് ഞാൻ ഒരുവിധം പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി, എൻ്റെ അത്രയും പറ്റണ്ടായുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഗിയറും എടുത്തിട്ടുണ്ട്, അതാനൊന്നുമില്ല. പിന്നെ ഒരു ഹാൻഡ് ബ്രേക്കും ഉണ്ട് അവിടെ അടുത്ത്, ചെറുതായിട്ടൊരു കമ്പി വെച്ചൊരു ഹാൻഡ് ബ്രേക്കും. പിന്നെ ഡോറിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, അത് കുഴപ്പമില്ലാതെ ഇപ്പോൾ നിൽക്കണതാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. പക്ഷേ അടിയിൽ നിന്നുള്ള സ്റ്റെപ്പ് വരുന്നില്ല, അതാണൊരു വിഷയം. അത് ഒരു കമ്പി വെച്ച് സെറ്റാക്കിയിട്ട് പോലും കറക്റ്റ് ആകണില്ല, ടൈറ്റ് ഭയങ്കര. അത് കൈവച്ചാക്കേണ്ടി വരും. എന്നാലും അത് സീനൊന്നുമില്ല, എന്നാലും അത് പെർഫെക്റ്റ് ആക്കാന്നുള്ളൂ. പിന്നെ തുറക്കയിടയ്ക്ക് നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആകാണ്ട്. അടിയിലെ സ്റ്റെപ്പായിട്ട് തന്നെ ഈ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്ര ഐഡിയ കിട്ടിയുള്ളൂ എനിക്ക്, വേറെ ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ 3 ബോക്സും സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തുറക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ചെയ്ത് വെച്ചേക്കണം. ഇത് തുറക്കുകയും ചെയ്യാൻ അതിനകത്ത് അടിയിലൊരു ലോക്ക് ചെയ്യാനുള്ളൊരു കമ്പിയും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനത്തെ ടൂറിസ്റ്റ് ബസ്സിലാരും തന്നെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റണ ഇത്രയേ ഉള്ളൂ, അത് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇത്രയും പറ്റിയുള്ളൂ. പിന്നെ 3 ബോക്സിൽ അതൊക്കെ തന്നെ കറക്റ്റ് സെയിം ഇതിലാണ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബാറ്ററി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അതിനകത്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അതിനകത്ത് കണക്ഷനുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ രീതിയാണ്. അങ്ങനെ 3 ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിനകത്ത് ബോക്സൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ബോക്സിന് എന്തെങ്കിലുമൊക്കെ അകത്ത് വെക്കണമെങ്കിൽ വെക്കാമല്ലോ സുഖമായിട്ട്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അടിയിലൊരു കുറച്ച് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ഫസ്റ്റത്തെ ബോക്സ് കാണുന്നത് ഊട്ടി പോയപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഒരു ഇത് വെക്കാൻ ഉദ്ദേശിച്ച് വെച്ചാണ്. അത് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു, അത് അതിനകത്ത് വെച്ചേക്കണം. അതിൻ്റെ അകത്തോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെ കെട്ടി വെച്ചേക്കണം. അതിൻ്റെ അകത്ത് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ബോക്സ് ഇത്രയുള്ള ബോക്സിൻ്റെ പരിപാടി. പിന്നെ ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡോറ് മറ്റേ ഫ്രണ്ടിലത്തെ ക്യാബിൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഡോറാണിത്. അതാണെങ്കിൽ ഫസ്റ്റൊക്കെ ഇരിക്കണമായിരുന്നു, അത് എന്താണ്ടോ കൈ തട്ടി, എൻ്റെ കൈ തന്നെ തട്ടി ഒടിഞ്ഞു പോയതാണ്. നന്നായിട്ട് ഇരിക്കണതായിരുന്നു, പിന്നെ കൈ തട്ടി ഒടിഞ്ഞു പോയി. അതിൻ്റെ കാര്യം തീരുമാനിക്കണേ. ഇനി അത് ഒട്ടിക്കണം, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഡോറ് നമുക്ക് അടക്കാൻ തുറക്കാൻ പറ്റാത്ത രീതിക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. തുറന്നിരിക്കത്തുള്ളൂ, എന്നാലും നമുക്ക് കൈ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫുള്ള് കവറായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്, മറ്റേ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല, അതാണ് ലൈറ്റിൻ്റെ സാധനം. പിന്നെ അത് ഡിക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിക്കി തുറക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ സാധാ ബസ്സിലാരും തന്നെ കൊടുത്തേക്കണം. എന്താ കുറച്ചും കൂടി പണിയുണ്ട് ആ ഡിക്കിയുടെ. പിന്നെ ഇവിടെ കുറച്ച് വിള്ളലൊക്കെ വീണിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, പൊട്ടിയിട്ടൊന്ന് കളയണം. അതിൻ്റെ പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ. പിന്നെ എക്സിറ്റ് ഡോറുണ്ട് ഇവിടെ. അത് തുറക്കണ രീതിയായിരുന്നു നേരത്തെ, ഇപ്പം തുറയണമില്ല, ഒന്നും അനങ്ങണില്ല, ഇപ്പം സ്റ്റക്കായി പോയി. പിന്നെ സസ്പെൻഷൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. എനിക്ക് പറ്റണ വരെ എൻ്റെ ബുദ്ധി വെച്ച് തന്നെ ഞാൻ കൊടുത്താണ് വെറുതെ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എന്നാലും കൊടുത്തു നോക്കി. അപ്പോൾ വർക്കായി നന്നായിട്ട്. ഫസ്റ്റൊന്നും വർക്കാണ്ടായില്ല, പിന്നെ വർക്കായി, അടിപൊളിയായിട്ട് സെറ്റായി. പിന്നെ അപ്പോൾ ഇത് നന്നായിട്ട് സസ്പെൻഷൻ നമ്മൾ താഴ്ത്തിയാലും പൊങ്ങിയിരിക്കത്തുള്ളൂ. ഈ ബസ്സിൻ്റെ ആക്ഷൻ ഇങ്ങനെ പൊങ്ങി വരും. അത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ തട്ടി കറക്റ്റായിട്ട് നേരെ തന്നെ വന്നിരിക്കത്തുള്ളൂ. ഇത്ര സൈഡിലൊക്കെ അടിപൊളിയായിട്ട് ഓരോരോ സൈഡിലായിട്ടും പല ഇതായിട്ടാണ് കൊടുത്തേക്കണം. പല എന്നല്ല, ഒരേ സൈസ് തന്നെ സസ്പെൻഷനാണ് കൊടുത്തേക്കണം. അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താങ്ങി ഇരുന്നോളും. എന്തെങ്കിലുമൊക്കെ നല്ല എത്ര വെയിറ്റ് ആയാലും താങ്ങുന്നുണ്ട് ഞാൻ നോക്കിയിട്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് താങ്ങുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ വേണ്ട, വീല് നന്നായിട്ട് തിരിയണ രീതിക്കാണ് ഞാൻ ചെയ്ത് വെച്ചേക്കണം. അടിയിൽ വേണ്ട, ഫ്രണ്ടിലത്തെ ആക്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്ത് വെച്ച്. സാധാ ടൂറിസ്റ്റ് ബസ്സിൽ തന്നെ ഞാൻ ചെയ്ത് വെച്ചേക്കണത് വീല് കറക്റ്റായിട്ട് നിൽക്കാനും. പിന്നെ പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പണി ചെയ്തിട്ടുണ്ട്, ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കമ്പി ഉണ്ട്, അത് ഞാൻ പുതിയതായിട്ട് വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തതാണ്. അത് കാര്യമൊക്കെ ഉണ്ട്, അത് സാധാ ബസ്സിലാരും തന്നെയല്ല ഞാൻ ചെയ്തേക്കണത്, വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തേക്കണം. പിന്നെ വീലൊക്കെ ഒന്ന് വ്യത്യസ്തം നോക്കി. പിന്നെ ഇത് ചേസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നല്ല കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, പറ്റുന്ന വരെ സാധാ ബസ്സിലാരും തന്നെ കൊടുത്തേക്കണം. പിന്നെ ഇത് സസ്പെൻഷൻ്റെ കാര്യം ഇതാണ് സംഭവം. അങ്ങനെ കറക്റ്റായിട്ട് അകത്തൊരു കമ്പിയുണ്ട്, മറ്റേ സ്പ്രിങ്ങൊക്കെ ഉണ്ട്. പിന്നെ സ്പ്രിങ് ഞാൻ കാണിച്ചിട്ട് ഇത് വേണ്ട, കറക്റ്റ് ഇതിൽ കൊടുത്തേക്കണം. അതിൻ്റെ ആക്ഷൻ കറക്റ്റ് അടിപൊളിയായിട്ട് സ്മൂത്ത് ആക്ഷൻ അതിൻ്റെ. പിന്നെ ചെറിയൊരു കമ്പി അതിൻ്റെ ഇടയിൽ കൊടുത്തേക്കണണ്ട, മറ്റേ തോക്കിൻ്റെയൊക്കെ കളിത്തോക്കിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവും കുറേ ഇങ്ങനെ വലിയൊരു കമ്പിയായിട്ട്. അതൊക്കെ ഞാൻ മുറിച്ചായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കണം. പിന്നെ ഇവിടെ റീഫിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടറും കൊടുത്തിട്ടുണ്ട് അകത്ത്, അത് കറക്റ്റ് നേരെ വന്നിരിക്കാനായിട്ട് വേണ്ടി കൊടുത്തേക്കണ ആ മോട്ടർ കണ്ട. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കൊടുത്ത്. പിന്നെ റിയർ ആക്സിൽ റിയർ ആക്സിൽ എന്ന് പറയുമ്പോൾ, പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഇതാണ്ട് കമ്പിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അടിപൊളിയായിട്ട് നല്ല സ്മൂത്താണ് ബാക്കിലും. അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അകത്തൊരു കമ്പിയും വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ ആക്ഷൻ പോകാനായിട്ട് വേണ്ടിയാണ്. അത് ഇങ്ങനെ തട്ടാനായിട്ട് കറക്റ്റ് പോകാനായിട്ട്, താഴുമ്പോൾ കറക്റ്റ് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ. പിന്നെ
ഒരു ചെറിയൊരു സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ചെയ്തേക്കണം, പക്ഷെ നീങ്ങില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഡോറ്, ഡ്രൈവറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു ബ്രേക്ക് ആക്സിലേറ്ററൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് ആ ക്യാബിൻ്റെ ഭാഗത്ത്, അതും കൂടിയൊക്കെ ഒന്ന് ചെയ്യണം. ഇവിടെയൊക്കെ ഒന്ന് മൂടണം, അതിൻ്റെ അടിയിലൊക്കെ അതൊക്കെ ഒന്നും കൂടി ചെയ്യണം. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം. പിന്നെ അതിൻ്റെ വണ്ടിയുടെ ശബ്ദമൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ, അടിപൊളിയായിട്ട് ഒന്ന് കേട്ടു. ബസ്സിന് കൊടുത്തേക്കുന്ന ശബ്ദം അത്രേ ഉള്ളൂ, അത്രയും ഇതുള്ളൂ. പിന്നെ നീങ്ങുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നീങ്ങേണ്ടത്, നല്ല അടിപൊളിയായിട്ട്, അത്ര സ്റ്റെക്കൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കയ്യിൽ. പിന്നെ നീങ്ങുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്താണ് ബസ്. ഇത്രയൊക്കെ ഉള്ളൂ. ഫ്രണ്ട് ഭാഗം നല്ല ഗ്രില്ലിന് കുറച്ച് പണികളുണ്ട് ഫ്രണ്ടിൽ. ഇത് കണ്ടത് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ കുറച്ച് പണികളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് കളയണം. ഈ ഗ്രില്ലിൻ്റെ ഭാഗം ആകെ അലമ്പായിട്ടിരിക്കുന്നതാണ്, അതൊക്കെ ഒന്ന് നേരെയാക്കണം. ഇത് കളയണം, ഇത് ഉറപ്പായിട്ട് ഞാൻ കളയും. ഇപ്പം എന്തായാലും ഞാൻ ഉറപ്പായിട്ട് കളയും. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പാർട്ട് 3 ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 ഇറങ്ങിയിട്ട് പാർട്ട് 2 ഈ വീഡിയോ ആണ് പാർട്ട് 2. അപ്പോൾ പാർട്ട് 3 വരുന്നുണ്ട്. വീഡിയോ കണ്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.